ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ മീൽ പ്രപ്പ് വീഡിയോ. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ഷോപ്പിംഗ് വ്ളോഗ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇനി മീൽ പ്രപ്പിൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. എന്നിട്ട് അതിപ്പോൾ കഴിഞ്ഞിട്ട് ഐ തിങ്ക് 3 ആഴ്ച എങ്ങാനുമായി. അപ്പം ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഫോർ സം റീസൺസ്. അപ്പം ഇന്നൊരു സൺഡേ ആണ്. സോ യൂഷ്വലി ഞാൻ സൺഡേ ആണ് മീൽ പ്രപ്പ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് മീൽ പ്രപ്പ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഹൗസ് ഹോൾഡ് മാനേജിങ് സംഭവത്തിലേക്ക് ഇറങ്ങിയിട്ട് ലിറ്ററലി ഒരു 4 to 5 months ആയിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് ആക്ച്വലി ശീലമില്ല ഇങ്ങനത്തെ പണികളെല്ലാം എടുത്തിട്ട്. ഞാൻ കുക്ക് ചെയ്യായിരുന്നു വീട്ടിൽ, പക്ഷേ ജസ്റ്റ് കുക്ക് ചെയ്യും പോകും, അത്ര തന്നെ. ഏതെങ്കിലും ഒരു നേരം കംപ്ലീറ്റ്ലി 3 നേരം എതിരായിട്ട് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഞാൻ ഇവിടെ വന്നു. ആദ്യമൊക്കെ ഞാൻ 3 നേരമൊക്കെ കുക്ക് ചെയ്യും. അന്നേരം ഭയങ്കര എനിക്കെന്തോ എൻ്റെതായ സമയമില്ലാത്ത പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. 3 നേരം കുക്കിംഗ് എപ്പോഴും കിച്ചണിൽ തന്നെ ആ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ച് ഇതിനെന്താ ഇനി ഒരു വഴി എന്നെല്ലാം വിചാരിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണ് മീൽ പ്രപ്പ്. ഒരു ഫ്രഷ് ഐഡിയ ഒന്നുമല്ല, ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും മീൽ പ്രപ്പ്. പക്ഷേ അപ്പം അങ്ങനെ മീൽ പ്രപ്പ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഹോണസ്റ്റ്ലി അതൊരു ലൈഫ് സേവർ തന്നെയാണ്. മീൽ പ്രപ്പ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ മുറിച്ചിടലും കാര്യങ്ങളും ആ സംഭവങ്ങളെല്ലാം തന്നെയാണ്. എന്നാലും അതല്ലാണല്ലോ മെയിനായിട്ട് നമ്മുടെ കുക്കിങ്ങിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾക്ക് കൂടി കാണിക്കാം. ചിലപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് മോട്ടിവേഷൻ കിട്ടിയാലും. ഫസ്റ്റായിട്ട് ഇതെങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരാം. ഇതിങ്ങനെയാണ് പ്ലാനിങ്. ഫസ്റ്റ് നമുക്കൊരു പ്ലാനിങ് ആണല്ലോ വേണ്ടത്. ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് മൊത്തമുള്ളൊരു പ്ലാന്. വെയിറ്റ് സെക്കൻഡ്. അപ്പം വീക്ക് മൊത്തമായിട്ടുള്ളൊരു പ്ലാന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ് ലഞ്ച്, എന്താണ് ഡിന്നർ എന്നുള്ളത് നോക്കണം. ലിറ്ററലി 1 വീക്കിൻ്റെത്. എന്നിട്ട് ഇതെൻ്റെ ഒരു 1 വീക്കിൻ്റെ ഒരു മെനു ആണ്. അത് എഴുതി വെച്ചതിന് ശേഷം എന്തെല്ലാം വേണ്ടതെന്നുള്ള ലിസ്റ്റ് ഷോപ്പിംഗ് ലിസ്റ്റിൽ എഴുതി വെക്കുക. അങ്ങനെയാണ് ഞാൻ ഷോപ്പ് ചെയ്യാൻ പോക്ക്. ഫസ്റ്റ് മെനു റെഡിയാക്കും, എന്നിട്ട് ഷോപ്പിംഗ് ലിസ്റ്റ്, ദെൻ പ്രപ്പിങ്. ഇപ്പം ഞാൻ ഇന്നലെ ഓൾറെഡി ഷോപ്പ് ചെയ്ത് വന്നു. കാരണം ഷോപ്പ് ചെയ്തിട്ട് വന്നാൽ തന്നെ പ്രപ്പ് ചെയ്യുമ്പം കുറച്ച് എക്സോസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പം ഇന്നലെ തന്നെ ഷോപ്പ് ചെയ്ത് വെച്ചു. ഇന്നത്തെ പരിപാടി എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഓഫ്കോഴ്സ് കട്ടിങ് പരിപാടികളാണ്. പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ബ്രെഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നോർമലി പുറത്തുനിന്ന് വാങ്ങല്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വെറൈറ്റിക്ക് പുറത്തുനിന്ന് വേണ്ട, ഇവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുണ്ട്. പിന്നെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി കുഴച്ച് വെക്കുക, അങ്ങനത്തെ പരിപാടികളെല്ലാം. അത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എഗ് സാൻഡ്വിച്ചാണ് വിത്ത് വെജീസ്. അപ്പം അതിൻ്റെ വെജീസും കാര്യങ്ങളൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെക്കും. പിന്നെ ഓഫ്കോഴ്സ് ബ്രെഡ് പറഞ്ഞത് അത് ചെയ്ത് വെക്കും. പിന്നെ ഉച്ചക്ക് ചോറും വറവും ആ സംഭവങ്ങളെല്ലാം. അതിന് വേണ്ടിയിട്ട് വെണ്ടക്ക ഫ്രൈ ചെയ്ത് വെക്കും. ഫിഷും ചിക്കനും മാത്രമേ ഞാൻ ഫ്രഷ്ലി, എനിക്ക് അതാണ് താല്പര്യമായിട്ട്. ഫിഷും ചിക്കനും മാത്രമേ ഞാൻ ആ ടൈം തന്നെയാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഈ വെളുത്തുള്ളി, കുഞ്ഞുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുറിച്ച് വെക്കും. ഇപ്പോൾ ഇന്നത് ഞാൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീക്ക് ചെയ്തതിൻ്റെ ബാക്കി ഇപ്പോഴും കുറേ ഉണ്ട്. ഞാനത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ടൈം പ്രോസസ്സിങ് സംഭവമായതുകൊണ്ട് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വല്ല മൂവിയോ സീരീസോ കണ്ടിട്ട് അത് ചെയ്യും. അപ്പം അത് ഓൾറെഡി അത് ആ ഒരു സീരീസും മൂവി കാണുന്ന ആ ഒരു ടൈമിൽ തന്നെ കുറേ അങ്ങ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത് 2 weeks എത്തും. അതുകൊണ്ട് അത് ആ പണിയുന്നില്ല. മെയിനായിട്ട് മുറിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ മുറിച്ചിടാനാണുള്ളത്.
നെക്സ്റ്റ് നമുക്ക് ബ്രെഡിൻ്റെ പരിപാടി വെക്കാം. കാരണം അത് ഈസ്റ്ററിലിട്ടിട്ട് അത് പൊങ്ങി വരണ്ടേ. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് മോൾഡിലിട്ട് വെച്ചാൽ മതി. ഓക്കെ, വീറ്റ് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഈസ്റ്റ്, എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു സാധനം അടിപൊളി കേട്ടോ. ഇനി ഇതിലുള്ളതുകൊണ്ട് പകുതിയല്ല, കുറച്ച് എളുപ്പമാണ്. 1 ടേബിൾ സ്പൂൺ ഓഫ് ഹണി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ട. സോ മുട്ട ഞാനിങ്ങനെ ആദ്യം വേറൊരു സെപ്പറേറ്റ് പാത്രത്തിലിട്ടിട്ട് നല്ലതാണെങ്കിൽ മാത്രം ഇടാൻ. കാരണം ഒരുപാട് പ്രാവശ്യം ചീത്ത മുട്ട കിട്ടിയ അനുഭവമുണ്ട്. ഒരു കപ്പ് ലൂക്ക് വാം വാട്ടർ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലപ്പം വെള്ളമെല്ലാം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ നോക്കി ഇട്ട് കൊടുക്കാം. വീറ്റ് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു പാർട്ട് വേഗം കിടന്നു കിട്ടും. എന്നിട്ട് ഇത് പറഞ്ഞൊരു 15 to 30 minutes വരെ എന്താ പറയുക, ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒലിവ് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനിയൊരു 1-2 മണിക്കൂറായിട്ട് ഇതിനെ നോക്കണ്ട. നമ്മൾ പണിയെല്ലാം കഴിഞ്ഞേക്കത് പൊന്തുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈസ്റ്റ് പറ്റിച്ചില്ലെങ്കിൽ ഇത് പൊന്തും. ഓക്കെ, അങ്ങനെ നമ്മളെ ബ്രെഡിൻ്റെത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചപ്പാത്തിക്കുള്ളത് കുഴച്ച് വെക്കാം. അതൊക്കെ ഞാൻ ഇതുപോലത്തെ ഫുഡ് പ്രോസസ്സറാണ് യൂസ് ചെയ്യാൻ. അപ്പം വേഗം പണി തീർന്നോളും. കുറച്ച് ഒലീവ് ഓയിലും ഉപ്പും പിന്നെ ഓഫ്കോഴ്സ് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം നോക്കൂ ഗൈസ്, സോഫ്റ്റ് ആയിട്ടുള്ള, ലിറ്ററലി ഒരു 2 മിനിറ്റ് വരെ എടുത്തിട്ടില്ല ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഞാനെപ്പോഴും എനിക്ക് ചപ്പാത്തി പോലത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര മടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴക്കൽ തന്നെയാണ്. പക്ഷെ ഇത് ലൈഫ് സേവറാണ്. ഒരു സിപ്പ് ലോക്ക് ബാഗിൽ നമുക്ക് എടുത്ത് വെക്കാം. കൂളായിട്ട് 1 വീക്ക് നിന്നോളും. ഇതിൻ്റെ എയർ ഉള്ളിലുള്ള പോക്കണേ. ടൈറ്റാക്കിയിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് കട്ടിങ് പരിപാടിയിലോട്ടേക്ക് നടക്കാം. ഫസ്റ്റ് ഞാൻ സാലഡിനേക്കുള്ള വെജീസ് മുറിച്ചിട്ട് സെറ്റാക്കി വെക്കുന്നതാണ്. ഇതിൻ്റെ കണക്ക് ഞാനൊരു ഏകദേശം വെച്ചിട്ടാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാ ഡിന്നറിനും സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഒരു 1/2 കക്കിരി പെർ നൈറ്റ് ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഉള്ളിൻ്റെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മെനു ഉണ്ടാവില്ലേ, അതിലുള്ള ഡിഷസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിക്കൻ കറി ആണെങ്കിൽ അതിൽ 3 ഓണിയൻ വേണം. പിറ്റേ ദിവസം അതുപോലത്തെ ഏതെങ്കിലും ഡിഷിന് ഒരു 2 അനിയൻ, അങ്ങനെ എന്തെങ്കിലും ആ ഒരു കണക്കുണ്ടാവില്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് ഞാൻ എടുക്കും. സോ ഇതിൽ മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം.
ലെറ്റിസ് എപ്പോഴും ഞാൻ കട്ട് ചെയ്ത് വെക്കില്ല. കട്ട് ചെയ്യാത്ത സമയത്ത് ഇത് ജസ്റ്റ് കഴുകിയിട്ട് ടിഷ്യൂൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് ഒരു സ്റ്റോറേജ് ബോക്സിലാക്കിയിട്ട് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വെജിറ്റബിളാണ് വെണ്ടക്ക. ലൈക്ക് കുറേ ആൾക്കാർക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നതൊക്കെ, പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ വെണ്ടക്ക. അത് ഞാൻ കുറേ ഉണ്ടാക്കും. ലൈക്ക് ഞാൻ കുറേ കഴിക്കും. അത് ചോറിനേക്കാളും കൂടുതൽ ഞാൻ ഈ സൈഡിലുള്ള വെജിറ്റബിൾസ് തിന്നാണ്. അപ്പോൾ ഈ വെണ്ടക്ക ആദ്യം കഴുകിയിട്ട് തുണിയിൽ ഡ്രൈ ചെയ്തിട്ടാണ് മുറിക്കാൻ, അല്ലെങ്കിൽ എന്നിട്ടും സ്റ്റിക്കിയാണ്. ഇതും കൂടി ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ സ്റ്റിക്കാവും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെല്ലാം സെറ്റാവും. അല്ലെങ്കിൽ ഞാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിനെ ഇത് കഴുകിയിട്ടൊരു അരിപ്പയിൽ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെക്കും. അതും നല്ലൊരു ഐഡിയ ആണ്. ഇത് വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെള്ളം കൊണ്ട് അത് സ്റ്റിക്കി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് അത് കവർ ചെയ്യും. അപ്പം നല്ലോണം ഡ്രൈ ആയിട്ട് തന്നെ നിന്നോളും. ഇവിടെ ചെറുതായിട്ടൊന്ന് രാത്രി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പുറത്തെല്ലാം പോയി കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തി. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായി. കുറച്ച് ചെറിയ കുറച്ച് പണികളുള്ളൂ. ലൈക്ക് കട്ടിങ് തന്നെ, മെയിൻലി കട്ടിങ് തന്നെ. അതിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയുണ്ട്. ബട്ട് ദ ഗുഡ് തിങ് ഈസ് എൻ്റെ ബ്രെഡ് ഇവിടെ പൊന്തിയിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ചത് പൊന്തൂലാണ്. ഈസ്റ്റ് കുറച്ച് പഴയതായിരുന്നു. അപ്പം ബട്ട് I was wrong. അത് പൊന്തി. and I'm happy. and ഇത് ബേക്ക് ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഔട്ട്കമ്മും കൂടി വന്നാൽ സെറ്റ്. ബ്രെഡിനെ മോഡലാക്കുന്നതിന് മുമ്പേ നമുക്ക് ബാക്കിയുള്ള കട്ട് ചെയ്യേണ്ട വെജിറ്റബിൾസും കൂടി കട്ട് ചെയ്ത് വെക്കാം. എങ്ങനെ നോക്കിയട്ടെ. ഈ ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ ഫുഡ് പ്രോസസ്സറിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കൽ. അപ്പം ക്യാരറ്റിൻ്റെ വീഡിയോ എന്നോട് ചെറുതായിട്ട് എടുക്കാൻ മറന്നു. ഇനി ക്യാരറ്റിന് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രോസസ്സ് ചെയ്യുന്നത് മറന്നു. ഇനി അപ്പോൾ ക്യാബേജ് ഇതിൽ ആ ഒരു സ്ലൈസിൻ്റെ ആ ഒരു സംഭവം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ ഹോൾ പ്രോസസ്സിൽ തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ ഉള്ളി തൊലിക്കൽ. കാരണം അഫ്കോഴ്സ് കണ്ണെരുതി പണ്ടാരടണം. അതുകൊണ്ട് തന്നെ ഞാനിത് ലാസ്റ്റാണ് ചെയ്യാൻ. ആ കണ്ണെരിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കും, ഉള്ളി തൊലിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും. കുറവുണ്ടാവും ചോദിച്ചാൽ ചെറുതായിട്ട് കുറവുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്.
അപ്പോൾ എനിക്ക് 2 തരത്തിലുള്ള ഉള്ളി വേണം. ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത ഉള്ളിയും പിന്നെ കുനുകുനാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷേപ്പിലുള്ള ഉള്ളിയാണ് വേണ്ടത്. അപ്പം അങ്ങനെ 2 രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ടയല്ല, ഫുഡ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ഇപ്രാവശ്യനോട് കുറച്ച് കൂടുതലായിട്ട് കുനുകുനായിപ്പോയിനി. ലൈക്ക് ലിറ്ററലി അതെന്തോ ഒരു പേസ്റ്റിൻ്റെ പരുവം പോലെ ആയിപ്പോയിനി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഈ കട്ടിങ് പരിപാടികളെല്ലാം നിങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിന്നിട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അധികം എന്താ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിയിൽ ലാപ്ടോപ്പിലോ എന്തെങ്കിലും ഫിലിം അത് വെച്ചിട്ട് ഇരുന്നിട്ട് നല്ല റിലാക്സ് ആയിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വലിയ മടുപ്പുണ്ടാവില്ല. ഓക്കെ, സോ ഫൈനലി ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞിനി. ഇനി നമുക്ക് ബ്രെഡിനെ മോൾഡിലേക്ക് മാറ്റാം. അതാണ് ലാസ്റ്റത്തെ സംഭവം. അത് വലിയ പണിയൊന്നുമില്ല. ഇതിനൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ടൊരു ബ്രെഡിൻ്റെ മോൾഡിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിനൊരു സെക്കൻഡ് റൈസിന് കൂടി വെക്കണം. അതൊരു ഹാഫ് ഹവർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആയിക്കോളും. ഇനി ഇത് റൈസായതിന് ശേഷം നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്തതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആ ഒരു ഡാർക്ക് ബ്രൗൺ കളറില്ലേ നമ്മളെ ബേക്കറി നല്ല കിട്ടുന്ന പോലത്തെ ആ ഒരു ഇത് കിട്ടും. മുട്ട അല്ലെങ്കിൽ മിൽക്കും യൂസ് ചെയ്യാം. ഇതൊരു പ്രീ ഹീറ്റ് ചെയ്തോ അവൻ്റെ ഞാൻ കയറ്റുന്നുണ്ട്. ഒരു 200 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചത്. ഒരു 30 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കാം. കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് പെർഫെക്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതോടുകൂടി എൻ്റെ പണിയും അവസാനിച്ചിരിക്കുന്നു. ബ്രെഡ് വാസ് ഓക്കെ. ലൈക്ക് മൈദിനെ പോലെ അടിപൊളിയൊന്നും പറയാനില്ല. എനിക്ക് തോന്നിയത് ഇതിനും അടിപൊളിയാവും വീറ്റിനെ കൊണ്ട് തന്നെ. ഞാനിത് മോഡിഫൈ എല്ലാം ചെയ്തിട്ട് വേണമെങ്കിൽ വേറൊരു ദിവസം ഇതിൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. ഫൈനലി നമ്മുടെ പ്രപ്പിങ്ങും കാര്യങ്ങളെല്ലാം കയ്യിൽ. ലൈക്ക് എനിക്ക് ടോട്ടൽ ഒരു 2-3 മണിക്കൂറാണ് എടുത്തിട്ടുണ്ടായത്. ലൈക്ക് ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ പുറത്ത് നോക്കും അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് രാത്രി പോയി. നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമോ ഇല്ലെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നൊരു സംഭവം. കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്, രാവിലെ എണീച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അവിടെ പിന്നെ ലഞ്ച് ഒന്ന് കുറച്ചൊന്നും ഇരിക്കുന്നേക്ക് പിന്നെ ഡിന്നറിൻ്റെ സമയമാവും. അപ്പം അങ്ങനെ ഫുൾ എന്താ പറയുക, ആ ഡേ മൊത്തം വെറും കിച്ചണിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഭയങ്കര ഈസിയാണ്. ലൈക്ക് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് എല്ലാം ഇട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ബാക്കി എന്താ പറയുക, ലിറ്ററലി ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡിയാവും. കഴുകാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയല്ലാണ്ട്. നിങ്ങൾക്കും ഇത് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മേ ബി നിങ്ങളിത് കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആകാം. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. അപ്പോൾ ഇത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള എനിക്കറിയില്ല. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം ഇതുപോലത്തെ വീഡിയോസും ആണെങ്കിൽ. അപ്പം ബൈ.